കാപ്പുകാട് ആനപരിപാലന കേന്ദ്രത്തിലെ പൈപ്പ് ഇറക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കം ഒത്തുതീർപ്പിലൂടെ പരിഹാരം. വെള്ളിയാഴ്ച രാവിലെ കാപ്പുകാട് അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ആനപ്പാർക്കിലേക്ക് വന്ന കൂറ്റൻ പൈപ്പ് ഇറക്കാൻ അമിത കൂലി ആവശ്യപ്പെട്ടതിനെ തുടർന്നുണ്ടായ തർക്കം ഒടുവിൽ ലേബർ ഓഫീസർ ഇടപെട്ട് പരിഹരിച്ചു. പൈപ്പ് ഒന്നിന് 1400 നൽകാൻ ലേബർ ഓഫീസർ, നെയ്യാർ ഡാം ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, സബ് ഇൻസ്പെക്ടർ, കമ്പനി പ്രതിനിധികൾ, തൊഴിലാളികൾ എന്നിവർ നടത്തിയ ചർച്ചയിൽ തീരുമാനമാക്കി. 2000 രൂപ ആവശ്യപ്പെട്ടാണ് ക്രെയിൻ ഉപയോഗിച്ചിറക്കേണ്ട പൈപ്പുകൾ തൊഴിലാളികൾ തന്നെ ഇറക്കുമെന്ന വാദവുമായി കഴിഞ്ഞ ദിവസം എത്തിയത്. എന്നാൽ 10 പൈപ്പ് കയറ്റാൻ 2000 രൂപയാണ് ആകെ കൂലിയാകുന്നത്. ഈ സ്ഥാനത്താണ് 2000 രൂപ വീതം ഓരോ പൈപ്പുകൾക്കും നൽകണമെന്ന ആവശ്യവുമായി തൊഴിലാളികൾ എത്തി. ലേബർ കയറ്റിറക്ക് കൂലി പട്ടികയിൽ ഇത്തരം പൈപ്പുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല. ക്രെയിൻ ഉപയോഗിച്ചിറക്കേണ്ടവ എന്ന നിലയ്ക്ക് ഓപ്പറേറ്റർമാർ ഒഴികെ മനുഷ്യായാസം ആവശ്യം വരില്ല എന്നതാണ് കാരണം. എന്നിട്ടും തദ്ദേശീയർ എന്ന നിലയ്ക്ക് തൊഴിലാളികൾക്ക് കരാറുകാർ 1000 രൂപ വരെ നൽകാൻ തയ്യാറായിരുന്നു. എന്നാൽ ഇവർ നിലപാടിൽ ഉറച്ചു നിന്നതോടെ ശനിയാഴ്ച ചർച്ചയും ഒടുവിൽ തീരുമാനവും ഉണ്ടായത്. എന്നാൽ തത്വത്തിൽ ലോഡ് ഒന്നിന് ഇറക്കുകൂലിയായി തൊഴിലാളികൾക്ക് 14,000 രൂപയും ക്രെയിനിന് 10,000-ഓളവും ആകും. ഇനിയും 20ഓളം റോഡ് കാപ്പുകാട്ടേക്ക് എത്താനുണ്ട്. കാപ്പുകാട് പൈപ്പുമായി ആദ്യ ലോഡ് എത്തിയപ്പോഴും തർക്കം നടന്നിരുന്നു. അന്ന് 2,500 രൂപയാണ് തൊഴിലാളികൾ ആവശ്യപ്പെട്ടത്. തർക്കത്തിനൊടുവിൽ ലേബർ ഓഫീസർ തന്നെ ഇടപെട്ട് 2,000 രൂപ പൈപ്പ് ഒന്നിനെന്ന നിലയ്ക്ക് തീരുമാനിക്കുകയും ചെയ്തു. ഈ വാദമാണ് ഇപ്പോഴും ഉയർന്നത്. അതേസമയം അന്നത്തെ കരാറുകാർ തുക കൂടുതലായതിനാൽ നഷ്ടം സംഭവിച്ച് കരാർ റദ്ദാക്കി മടങ്ങി. ശേഷം ഇപ്പോൾ പുതിയ കമ്പനിയാണ് പൈപ്പുമായി എത്തിയത്.